നിലമ്പൂർ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കാൻ CPIM ചൊവ്വാഴ്ച നിർണായക നേതൃയോഗം ചേരും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേരും. അർജുൻ രാജ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നുണ്ട്. അർജുൻ, ഇന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ കോൺഫിഡൻറ്റോടുകൂടി നേതാക്കൾ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ പ്രാരംഭഘട്ട ചർച്ചയിലേക്ക് അവർ കടക്കാൻ പോവുകയാണല്ലേ? അനൂപ്, തീർച്ചയായും UDF എന്ത് തീരുമാനിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ആരായിരിക്കും UDFന്റെ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ എന്ന് തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ LDF സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാം എന്ന തീരുമാനത്തിലേക്ക് LDF കടക്കുകയാണ്. നാളെ UDFന്റെ സ്ഥാനാർത്ഥി ഉണ്ടാവുകയാണെങ്കിൽ ചൊവ്വാഴ്ച CPIM നിലമ്പൂരിൽ ആരാണ് സ്ഥാനാർത്ഥി എന്നത് പ്രഖ്യാപിക്കും. നിലമ്പൂരിൽ ആരാണ് സ്ഥാനാർത്ഥി എന്ന് നിശ്ചയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ള യോഗം നാളെ ചൊവ്വാഴ്ച CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. ആ യോഗത്തിനകത്ത് ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം. അതായത് വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ആയിരിക്കും സാധാരണ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുക. പക്ഷേ നാളെ UDFന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയാണെങ്കിൽ മറ്റന്നാൾ അത് സംബന്ധിച്ചുള്ള CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരാണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിനകത്ത് CPIM ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അക്കാര്യത്തിലൊരു സർപ്രൈസ് കാത്തു സൂക്ഷിക്കുകയാണ് CPIM. പക്ഷേ അക്കാര്യത്തിനകത്ത് ഈ പാലക്കാട് പോലെ ഒരു സർപ്രൈസ് ആണ് CPIMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് പാലക്കാട് നമ്മൾ കണ്ടതാണ്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കിയ ഘട്ടത്തിൽ സരിൻ സ്ഥാനാർത്ഥിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ ഒരു സർപ്രൈസ് നിലമ്പൂരിലും CPIM കാത്തു സൂക്ഷിക്കുകയാണ്. CPIMന് അവിടെ ഒരുപാട് പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള എം സ്വരാജ് തൊട്ടിട്ട് ആളുകളുടെ പേരുകൾ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെയൊക്കെ അടിസ്ഥാനം UDFന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതാണ്. VS ജോയി ആണോ, അല്ലെങ്കിൽ ഈ പറയുന്ന VS ജോയിയോ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്താണോ എന്നത് ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും LDFന്റെ സ്ഥാനാർത്ഥി എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അർജുൻ, എന്തായാലും പ്രചരണത്തിലേക്ക് കച്ചമുറുക്കണമെങ്കിൽ അവിടെ ആര് സ്ഥാനാർത്ഥി എന്നത് വളരെ നിർണായകമാണ്. അത് ആരാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിലേക്കാണ് ഇപ്പോൾ CPIM കടക്കുന്നത്. ചൊവ്വാഴ്ച തന്നെ ഒരുപക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള സൂചനകളും വരുന്നുണ്ട്.